ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവംബർ മാസം 2022 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. നവംബർ മാസത്തിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, അഞ്ചാമത്തെ JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ആരാണ്? അഞ്ചാമത്തെ JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ആരാണ്? ഖാലിദ് ജാവേദ് ആണ്. ആരാണ്? ഖാലിദ് ജാവേദ്. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഈ JCB എന്ന് പറയുമ്പോൾ നമ്മുടെ JCB തന്നെ ആലോചിക്കാം അല്ലെ? JCB വണ്ടി കേട്ടോ. അപ്പൊ ഈ JCB ഒക്കെ നമ്മളിങ്ങനെ കാല് വെച്ചിട്ടൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യണത് എന്നുള്ള രീതിയിൽ, വർക്ക് ചെയ്യണ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. കാല് കേട്ടോ, നമ്മുടെ കാല് വെച്ചിട്ട്. അങ്ങനെ ഖാലിദ് ജാവേദുമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കാം. പിന്നെ നമ്മുടെ കാലിൽ 5 വിരലില്ലേ, അങ്ങനെ നമുക്ക് അഞ്ചാമത്തെ JCB പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഖാലിദ് ജാവേദ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ JCB ഒക്കെ നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യില്ലേ, ഉഴുതു മറിക്കാൻ, അങ്ങനെ ഉറുദു ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പോൾ അഞ്ചാമത്തെ JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ആരാണ്? ഖാലിദ് ജാവേദ്. അടുത്ത പോയിന്റ്, എത്രാമത്തെ ഫുട്ബോൾ ലോകകപ്പ് ആണ് ഖത്തറിൽ നടക്കുന്നത്? എത്രാമത്തെയാണ്? 22ാമത്തെയാണ്. അപ്പൊ 2022 22ാമത്തെ ഫുട്ബോൾ ലോകകപ്പ് ആണ് ഖത്തറിൽ നടക്കുന്നത് കേട്ടോ. അപ്പൊ 2022 മയക്കമരുന്നിനെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യവുമായിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഗോൾ ചാലഞ്ച്. അടുത്ത പോയിന്റ്, പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളിയാണ് CV ആനന്ദബോസ്. പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? CV ആനന്ദബോസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നിയമിതനായിട്ടുള്ള മലയാളി അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് CV ആനന്ദബോസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബംഗാളികളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആനന്ദമാണെന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ CV ആനന്ദബോസ്. ഓക്കെ, പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരാണ്? CV ആനന്ദബോസ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം S ആണ് കേട്ടോ. ദൗത്യത്തിന്റെ പേര് പ്രാരംഭാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാണ്? വിക്രം S. സ്വകാര്യ റോക്കറ്റ് വിക്രം S. ദൗത്യത്തിന്റെ പേര് പ്രാരംഭ്. എന്താണ്? പ്രാരംഭ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർടെമിസ് 1 ആണ് കേട്ടോ. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യമിട്ട് നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാണ്? ആർടെമിസ് 1. ആർടെമിസ് 1. അടുത്ത പോയിന്റ്, ക്ഷയരോഗബാധിതരുടെ ക്ഷേമം ഉറപ്പിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായിട്ടുള്ള നിക്ഷയമിത്രയുടെ ദേശീയ അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ദീപ മാലിക് ആണ് കേട്ടോ. ആരാണ്? ദീപ മാലിക്. ക്ഷയരോഗബാധിതരുടെ ക്ഷേമം ഉറപ്പിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായിട്ടുള്ള നിക്ഷയമിത്രയുടെ ദേശീയ അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ദീപ മാലിക് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വേഗം നോക്കാം. അഞ്ചാമത്തെ JCB പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ഖാലിദ് ജാവേദ് ആണ്. എത്രാമത്തെ ഫുട്ബോൾ ലോകകപ്പ് ആണ് ഖത്തറിൽ നടക്കുന്നത്? 22ാമത്തെ. മയക്കമരുന്നിനെതിരെ ഫുട്ബോൾ ലഹരി എന്ന മുദ്രാവാക്യവുമായിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗോൾ ചാലഞ്ച്. പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി, പശ്ചിമ ബംഗാളിന്റെ അല്ലെ, അപ്പൊ CV ആനന്ദബോസ്. CV ആനന്ദബോസ്. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം S ആണ്. ദൗത്യത്തിന്റെ പേര് പ്രാരംഭ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിച്ചിട്ടുള്ള പേടകം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർടെമിസ് 1. ആർടെമിസ് 1. ക്ഷയരോഗബാധിതരുടെ ക്ഷേമം ഉറപ്പിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായിട്ടുള്ള നിക്ഷയമിത്രയുടെ ദേശീയ അംബാസിഡർ ദീപ മാലിക്. അടുത്ത പോയിന്റ് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. ആരാണ്? ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായിട്ടുള്ള ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് കേട്ടോ, ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് നമ്മുടെ ഈ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ഭൂമിയിലത്തെ ഈ ചാമ്പ്യൻസ് എന്നൊക്കെ പറയണത് നമുക്ക് ഈ സൂപ്പർ ഹീറോസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാലോ. നമ്മുടെ സൂപ്പർമാൻ, സ്പൈഡർമാൻ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്തുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, നമ്മുടെ എർത്തിലെ ചാമ്പ്യൻസ് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ബർമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബർമാൻ എന്നുള്ള രീതിയിൽ ഓർക്കാം. ഡോക്ടർ പൂർണിമ ദേവി ബർമാൻ. കിട്ടുന്നുണ്ടോ? അപ്പൊ തെറ്റിക്കില്ലല്ലോ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞരാണ് ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. അടുത്ത പോയിന്റ്, 2023 നടക്കുന്ന 18ാമത്തെ G20 ഉച്ചകോടിക്ക് അധ്യക്ഷം വഹിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 2023 നടക്കുന്ന 18ാമത്തെ G20 ഉച്ചകോടിക്ക് അധ്യക്ഷം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അടുത്ത പോയിന്റ്,
കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പൊ സംഗീതത്തിനകത്ത് ശങ്കരാഭരണം ഒക്കെ ഇല്ലേ, രാഗം, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ശങ്കരാഭരണം, ശങ്കരൻകുട്ടി കേട്ടോ. മട്ടന്നൂർ ശങ്കരൻകുട്ടി. സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കരിവെള്ളൂർ മുരളിയാണ്. സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കരിവെള്ളൂർ മുരളി. അടുത്ത പോയിന്റ്, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ഇപ്പൊ ആരാണ്? പിണറായി വിജയൻ. 2022 അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെയാ? HS പ്രണോയ്, ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ ബാഡ്മിന്റൺ താരമാണ്. അതുപോലെ തന്നെ എൽദോസ് പോൾ കേട്ടോ, നമ്മുടെ ട്രിപ്പിൾ ജമ്പ് ആണ്, അത്ലറ്റിക്സ് ആണ് കേട്ടോ. അപ്പൊ 2022 അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ HS പ്രണോയും അതുപോലെ തന്നെ എൽദോസ് പോൾ. അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അർജുന പുരസ്കാരം ഒക്കെ കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിലെ ലൈഫ് ടൈം ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ളത് പത്തേർ പാഞ്ചാലിക്കാണ് കേട്ടോ. പത്തേർ പാഞ്ചാലി എന്ന് പറഞ്ഞ ഫിലിമിനാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യജിത് റായ് ആണ്. ആരാണ്? സത്യജിത് റായ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിലെ ലൈഫ് ടൈം ബെസ്റ്റ് ഫിലിം അവാർഡാണ് കേട്ടോ. ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ളത് പത്തേർ പാഞ്ചാലിക്കാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ബെസ്റ്റ് ഫിലിം അല്ലേ, ബെസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നല്ല പഞ്ച് ഡയലോഗ് ആണെന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് പാഞ്ചാലി അതിനകത്തുള്ള പഞ്ചുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബെസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ സത്യമാണ് അതിനകത്ത് കൂടുതലുള്ളതെന്ന് ആലോചിക്കാം കേട്ടോ. സത്യജിത് റായ് ആണ് ഡയറക്ടർ. ഓക്കെ. അതേപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായം മികച്ച 10 ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടി. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സ് ലൈഫ് ടൈം ബെസ്റ്റ് ഫിലിം അവാർഡ് പത്തേർ പാഞ്ചാലി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഡയറക്ടർ സത്യജിത് റായ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ധീരരായ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണാർത്ഥം നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസായിട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. അപ്പൊ എന്നാണ് ജനജാതീയ ഗൗരവ് ദിവസ്? എന്നാണ് നവംബർ 15. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസ്. സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ദേശീയാഭിമാനം, ധീരത, ആതിഥ്യ മര്യാദ തുടങ്ങിയ ഇന്ത്യൻ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഗോത്രവർഗക്കാരുടെ ശ്രമങ്ങളെ തിരിച്ചറിയുന്നതിനുമായിട്ട് എല്ലാ വർഷവും ജനജാതീയ ഗൗരവ് ദിവസ് ആഘോഷിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക കേട്ടോ. നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസ് കേട്ടോ. ഇനി രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സേവനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സേവനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. കേന്ദ്രഭവന നഗരകാര്യ മന്ത്രാലയമാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്രഭവന നഗരകാര്യ മന്ത്രാലയമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. അതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സിറ്റി സർക്കുലർ സർവീസ് ഗ്രാമവണ്ടി പദ്ധതികൾക്കാണ് KSRTC അവാർഡ് നേടിയത്. അപ്പൊ ഏതിനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? സിറ്റി സർക്കുലർ സർവീസും ഗ്രാമവണ്ടി പദ്ധതികൾക്കാണ് KSRTC അവാർഡ് നേടിയത്. അപ്പോൾ പോയിന്റുകളൊന്ന് മനസ്സിലാക്കിയോളെ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോസിനൊക്കെ ആലോചിക്കുക അല്ലെ. അപ്പൊ ഒരു ബർമാൻ ആണ് കേട്ടോ, പൂർണിമ ദേവി ബർമാൻ. പിന്നെ 2023 നടക്കുന്ന 18ാമത്തെ G20 ഉച്ചകോടി അധ്യക്ഷം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. 2022 അർജുന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ HS പ്രണോയ്, അതുപോലെ തന്നെ എൽദോസ് പോൾ. പിന്നെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സിനകത്തുള്ള ലൈഫ് ടൈം ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് ഫിലിമാണ് പഞ്ച് ഡയലോഗ് എന്ന് ആലോചിക്കുക. പത്തേർ പഞ്ചലി, സത്യജിത് റായ് ആണ് അതിന്റെ ഡയറക്ടർ. അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായം മികച്ച 10 ഇന്ത്യൻ ചിത്രങ്ങളിൽ ഇടം നേടി. അതേപോലെ തന്നെ നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസ് അല്ലെ. പിന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സേവനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. സിറ്റി സർക്കുലർ സർവീസ് ഗ്രാമവണ്ടി പദ്ധതികൾക്കാണ് KSRTC അവാർഡ് നേടിയത്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരാ കേട്ടോ. അടുത്ത പോയിന്റ്, ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ലുല ഡ സിൽവ. ബ്രസീൽ, അതുപോലെ തന്നെ സിൽവ, ലുല ഡ സിൽവ കേട്ടോ. 2022 വേൾഡ് ഹിന്ദി കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2022 ലോക ഹിന്ദി കോൺഫറൻസിന്റെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? ഫിജിയിൽ കേട്ടോ. അടുത്ത പോയിന്റ്, ലഹരിക്കെതിരെ ക്യാമ്പസുകളിൽ കർമ്മസേന ആസാദ് എന്ന പേരിലാണ് ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ കർമ്മസേന പ്രവർത്തിക്കുക. അപ്പൊ ഈ ആസാദിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ആസാദ് ASAAD ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏജന്റ്സ് ഫോർ സോഷ്യൽ അവയർനെസ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആണ്. ഓക്കെ, ഏജന്റ്സ് ഫോർ സോഷ്യൽ അവയർനെസ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആണ് കേട്ടോ. അപ്പൊ ലഹരിക്കെതിരെ ക്യാമ്പസുകളിൽ ആസാദ് എന്ന പേരിലാണ് ക്യാമ്പസുകളിൽ ലഹരി വിരുദ്ധ കർമ്മസേന പ്രവർത്തിക്കുക.
അടുത്ത പോയിന്റ്, വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശംഖുമുഖത്തെ സാഗര കന്യയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടോ. വിഖ്യാത ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശംഖുമുഖത്തെ സാഗര കന്യയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ മത്സ്യകന്യക ശില്പം എന്ന ഗിന്നസ് റെക്കോർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഡ്യൂസേഴ്സ് വേൾഡ് ഗ്രീൻ സിറ്റി 2022 അവാർഡ് കിട്ടിയിട്ടുള്ളത്. വേൾഡ് ഗ്രീൻ സിറ്റി 2022 അവാർഡ് കിട്ടിയിട്ടുള്ളത് ഹൈദരാബാദിനാണ്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ട്രീ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഹൈദരാബാദാണ്. അപ്പൊ ട്രീ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹൈ ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ട്രീ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഗ്രീനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ സിറ്റി 2022 അവാർഡ് കിട്ടിയിട്ടുള്ളത് ഹൈദരാബാദിനാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ന്യൂ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പുതിയ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയാണ് കേട്ടോ. 98ാമത്തെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പുതിയ പ്രസിഡന്റ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെ, 98ാമത്തെ പ്രസിഡന്റ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം, സ്വീഡനിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഉൽഫ് ക്രിസ്റ്റർസൺ ആണ്. ഉൽഫ് ക്രിസ്റ്റർസൺ, സ്വീഡനിലെ പുതിയ പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റർസൺ. അപ്പൊ സ്വീഡൻ, വീട് എന്നൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ വീട്ടിൽ നമ്മുടെ സൺ ഉണ്ടെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സൺ, ക്രിസ്റ്റർസൺ. ഓക്കെ, അപ്പൊ ഉൽഫ് ക്രിസ്റ്റർസൺ ആണ് സ്വീഡനിലെ പുതിയ പ്രധാനമന്ത്രി. അടുത്ത പോയിന്റ് നോക്കാം, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ. ഒരു ഗോളിയുടെ ആത്മകഥയാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥ ഏതാണ്? ഒരു ഗോളിയുടെ ആത്മകഥ. നെക്സ്റ്റ് പോയിന്റ്, ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായിട്ടുള്ള വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങളും വഹിച്ച് ISROയുടെ LVM-3 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. LVM-3 എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ് കേട്ടോ. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു കേട്ടോ. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഇത്രയും ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ 5400 കിലോഗ്രാം ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് ഇന്റർനെറ്റ് സേവനദാതാക്കളായിട്ടുള്ള വൺ വെബിന്റെ 36 ഉപഗ്രഹങ്ങളും വഹിച്ച് ISROയുടെ LVM-3 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഓക്കെ, ഇനി ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3, അതായത് LVM-3 എന്ന് പേര് മാറ്റിയിട്ടുള്ള GSLV റോക്കറ്റ് ഉപയോഗിച്ച് ISRO നടത്തുന്ന ആദ്യത്തെ വാണിജ്യ വിക്ഷേപണമാണിത്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് നോക്കാം, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ന്യൂ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നി. ഓർത്ത് വെക്കുക കേട്ടോ, റോജർ ബിന്നിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ്. ഓക്കെ, അടുത്ത പോയിന്റ്, ജയലളിതയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാ? ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷൻ. ജയലളിതയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷൻ. ആറുമുഖസ്വാമി കമ്മീഷൻ ആണ് കേട്ടോ. ORS ലായനിയുടെ പിതാവ് ആരാണ്? ഡോക്ടർ ദിലീപ് മഹലനാബസ് അന്തരിച്ചു കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക, ORS ലായനിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ ദിലീപ് മഹലനാബസ് അന്തരിച്ചു. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ബുക്കർ പ്രൈസ് 2022 ബുക്കർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ശ്രീലങ്കൻ നോവലിസ്റ്റ് ഷെഹാൻ കരുണതിലക്കാണ്. ആർക്കാണ്? ഷെഹാൻ കരുണതിലക്ക് കേട്ടോ. ബുക്കൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കരുണയൊക്കെ വരും എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പൊ കരുണതിലക്കാണ് കിട്ടിയിട്ടുള്ളത്. ബുക്കർ പ്രൈസ് 2022 കിട്ടിയിട്ടുള്ളത് ശ്രീലങ്കൻ നോവലിസ്റ്റ് ഷെഹാൻ കരുണതിലക്കാണ് കേട്ടോ. ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന നോവലിനാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഇതിനാണ് ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. അപ്പൊ നമ്മുടെ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ അങ്ങനെ 7 പീരീഡ്സ് ഒക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ ഈ 7 പീരീഡിൽ നമ്മൾ ബുക്ക് എടുത്തൊക്കെ വായിക്കുന്നു എന്ന് കണക്ട് ചെയ്യാം. ദ 7 ആണ് ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന നോവലിനാണ് ഈ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഒരു ദൗത്യത്തിൽ മരിച്ചിട്ടുള്ള യുദ്ധ ഫോട്ടോഗ്രാഫറുടെ മരണാനന്തര ജീവിത കഥയാണ് നോവലിന്റെ പ്രമേയം. 1990 ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള നോവൽ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ബുക്കർ പ്രൈസ് 2022 കിട്ടിയിട്ടുള്ളത് ഷെഹാൻ കരുണതിലക്കാണ്, ശ്രീലങ്കൻ നോവലിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന നോവലിനാണ് ഈ അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഒരു ദൗത്യത്തിൽ മരിച്ച യുദ്ധ ഫോട്ടോഗ്രാഫറുടെ മരണാനന്തര ജീവിത കഥയാണ് നോവലിന്റെ പ്രമേയം. 1990 ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള നോവൽ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് 2022 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ്. ഈ വർഷത്തെ ആഗോള പട്ടിണി സൂചിക 2022 121 രാജ്യങ്ങളിൽ 107ാമത്തെയാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ ഈ വർഷത്തെ 2022 പട്ടിണി സൂചിക ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 107 ആണ് കേട്ടോ. 2022 107. അപ്പൊ 2021 ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പട്ടിണി സൂചിക, ആഗോള പട്ടിണി സൂചികനകത്തുള്ള ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 101ാമത്തെ സ്ഥാനമായിരുന്നേ. എത്രാമത്തെയാണ്? 101ാമത്തെ. അപ്പൊ ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. 2021 എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെ കോല് പോലെ ഇരിക്കും അല്ലെ, കോല് പോലെ. അപ്പൊ അങ്ങനെ 101 ആലോചിക്കുക കേട്ടോ. 2 1 ഉണ്ട്, 101. ഓക്കെ, 2022 ആയപ്പോഴേക്കും എന്ത് പറ്റി? ഈ 1 എന്നുള്ളത്
1 പോലെ തന്നെ നമുക്ക് മാറ്റിയിട്ട് 7 പോലെയായി എന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ 2021 101 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2022 ആയി കഴിഞ്ഞപ്പോഴേക്കും 107 ആണ് കേട്ടോ. ഇനി 121 രാജ്യങ്ങളിലാണോ 107 സ്ഥാനത്ത് ഇന്ത്യ വന്നിട്ടുള്ളത്. 2021 116 രാജ്യങ്ങളിലാണ് ഇന്ത്യ 101 സ്ഥാനത്തിലായിരുന്നത് കേട്ടോ. ഇനി ബെലാറസ്, ബോസ്നിയ, ചിലി, ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള 3 കൺട്രീസ്. ബെലാറസ്, ബോസ്നിയ, ചിലി. അടുത്ത പോയിന്റ് നോക്കാം. T20 വേൾഡ് കപ്പ് ഫോർ ദി ബ്ലൈൻഡ്. യുവരാജ് സിംഗ് കാഴ്ച പരിമിതരുടെ 3ാം T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് കേട്ടോ. അടുത്തത് T20 ബ്ലൈൻഡ് വേൾഡ് കപ്പിന്റെ വെന്യൂ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് കേട്ടോ. T20 ബ്ലൈൻഡ് വേൾഡ് കപ്പിന്റെ വെന്യൂ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. അധികാരമേറ്റ 45ാം ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് രാജിവെച്ചു. രാജിയോടെ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന പേരുദോഷവുമായിട്ടാണ് ലിസ് ട്രസിന്റെ മടക്കം. ബ്രിട്ടന്റെ ചരിത്രത്തിലെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ലിസ് ട്രസ്. ഓക്കെ, അപ്പം അധികം ട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതായിട്ടൊക്കെ വന്നു എന്ന് ആലോചിക്കുക കേട്ടോ. ലിസ് ട്രസ്, ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അധികാരമേറ്റ 45ാം ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ലിസ് ട്രസ് രാജിവെച്ചു. രാജിയോടെ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ലിസ് ട്രസ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടന്റെ ചരിത്രത്തിലെ 3ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ലിസ് ട്രസ് കേട്ടോ. അടുത്ത പോയിന്റ്, ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഋഷി സുനാക് ആണ് കേട്ടോ. ആരാണ്? ഋഷി സുനാക്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഋഷി സുനാക്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് സുനക് കേട്ടോ. 57ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ഋഷി സുനക് എന്ന് പറയുന്ന 57ാമത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാണ്? ഋഷി സുനക്. എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ 57ാമത്തെ പ്രധാനമന്ത്രിയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഏഷ്യാസ് ലാർജസ്റ്റ് കംപ്രസ്ഡ് ബയോഗ്യാസ്. കംപ്രസ്ഡ് ബയോഗ്യാസ് നമുക്ക് CBG എന്ന് പറയും കേട്ടോ. നമ്മൾ CNG ഒക്കെ പറയില്ലേ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതേപോലെ തന്നെ കംപ്രസ്ഡ് ബയോഗ്യാസ് CBG പ്ലാന്റ് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലഹ്റാഗാഗ ഇൻ സംഗ്രൂർ ആണ്, പഞ്ചാബിലാണ് കേട്ടോ. അപ്പൊ ഏഷ്യാസ് ലാർജസ്റ്റ് കംപ്രസ്ഡ് ബയോഗ്യാസ്, അതിന് നമ്മൾ CBG നമ്മൾ പറയാണ് കേട്ടോ. CBG എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സംഗ്രൂർ ആണ്, പഞ്ചാബിലെ സംഗ്രൂറിലാണ് കേട്ടോ. ലഹ്റാഗാഗ ഇൻ സംഗ്രൂർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ CBG എന്ന് പറയുമ്പോൾ ക്യാബേജ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ക്യാബേജ്, CBG. അപ്പൊ ഈ ക്യാബേജ് ഒക്കെ ഇങ്ങനെ സംഘമായിട്ടൊക്കെ ഇങ്ങനെ വളരണേ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ അല്ലേ ക്യാബേജ് വളരാന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സംഘം, അങ്ങനെ സംഗ്രൂർ ആണ്. ലഹ്റാഗാഗയും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ പേര്. ഓക്കെ, എവിടെയാണ്? ലഹ്റാഗാഗ ഇൻ സംഗ്രൂർ ആണ് കേട്ടോ, പഞ്ചാബിലെ. അടുത്ത പോയിന്റ് നോക്കാം. യൂറോപ്യൻ പാർലമെന്റിന്റെ 2022 സഖ്റോവ് സമ്മാനം കിട്ടിയിട്ടുള്ളത് യുക്രൈനിയൻ ജനതയ്ക്കാണ് കേട്ടോ. യൂറോപ്യൻ പാർലമെന്റ് 2022 സഖ്റോവ് സമ്മാനം കിട്ടിയിട്ടുള്ളത് യുക്രൈനിയൻ ജനതയ്ക്കാണ്. അപ്പം യുക്രൈനിയൻ ജനതയൊക്കെ ഒരുപാട് സഹിച്ചു എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. സഹിച്ചു, സാ വെച്ചിട്ട് തന്നെ സഖ്റോവ് സമ്മാനം കേട്ടോ. സഖ്റോവ് സമ്മാനം 2022 കിട്ടിയിട്ടുള്ളത് യുക്രൈനിയൻ ജനതയ്ക്ക് കേട്ടോ. അടുത്ത പോയിന്റ്, 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിത്രാങ് എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റാണ്. അതിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ തായ്ലാന്റ് ആണ്. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം. സിത്രാങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യം ഏതാണ്? തായ്ലാന്റ് ആണ്. അപ്പൊ ഇത് എവിടെയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്? ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ബംഗാൾ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ വർഷം ഏതാണ്, മാസം ഏതാണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ചുഴലിക്കാറ്റാണ് സിത്രാങ്. അപ്പൊ ഞാൻ ജസ്റ്റ് ചെറിയൊരു കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു ബംഗാളി, ഇപ്പൊ നമുക്കറിയാലോ ബംഗാളികളൊക്കെ ഒരുപാട് ഇങ്ങനെ പണി ചെയ്യും അല്ലെ. അപ്പൊ ഒരു ബംഗാളി മാത്രം പണി ചെയ്യുന്നതിനിടയിൽ 200 ആലോചിച്ചേക്കാണ് കേട്ടോ, സിറ്റ്. ഓക്കെ, അപ്പൊ ഒരു ആണ് നമ്മുടെ ഒക്ടോബർ മാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കാരണം മാസമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ബംഗാളി 200 സിറ്റ് എന്നുള്ള രീതിയിൽ എടുത്തേക്കാണ്. സിത്രാങ്ങിനകത്തുള്ള സിറ്റ് ഇരുന്നിട്ടുള്ളത് എവിടെയായിരിക്കും? ഒരു ലാൻഡിലായിരിക്കും അല്ലെ. അങ്ങനെ നമുക്ക് പേര് നൽകിയിട്ടുള്ള രാജ്യം തായ്ലാന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ നവംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു 2022 കേട്ടോ. ഇനി നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്. ഒക്ടോബർ മാസം നമ്മൾ കവർ ചെയ്യും. അങ്ങനെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ പോവാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.